നെക്സ്റ്റ് വരുന്നത് 3 phase ബ്രിഡ്ജ് ഇൻവെർട്ടർ ഫോർ 120 ഡിഗ്രി ഓപ്പറേഷൻ. അപ്പോൾ ഈ ഒരു പോർഷൻസ് നമ്മൾ 180 ഡിഗ്രി ആയിക്കോട്ടെ 120 ഡിഗ്രി ആയിക്കോട്ടെ കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ സിമ്പിളാണ്. കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വരക്കാൻ എളുപ്പമാണ്. അപ്പോൾ വരച്ച് പഠിക്കുക നിങ്ങൾ. ഓക്കെ, അപ്പോൾ ഈച്ച് തൈറിസ്റ്റർ കണ്ടക്ട്സ് ഫോർ 120 ഡിഗ്രി. നേരത്തെ 180 ഡിഗ്രിയിൽ ഫോർ 180 ഡിഗ്രി ആയിരുന്നു, ഇവിടെ 120 ഡിഗ്രിയാണ് ഓരോ തൈറിസ്റ്ററും. ദർ ആർ 6 സ്റ്റെപ്സ്, എല്ലാം സെയിം തന്നെ 6 സ്റ്റെപ്സ് വിത്ത് 60 ഡിഗ്രിയുള്ള 6 സ്റ്റെപ്സ് ആണ് നമ്മൾ ഉള്ളത്. ആ 6 സ്റ്റെപ്സ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ നമ്മൾ സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 എന്ന് പറഞ്ഞു, എന്തുകൊണ്ടാണ്? അതായത് സ്റ്റെപ്പ് 1ൽ 1 2 3 ആണെങ്കിൽ സ്റ്റെപ്പ് 2ൽ 2 3 4 അല്ലേ? അതായത് ഈ 60 ഡിഗ്രിയുടെ ഇൻ്റർവെല്ലിലാണ് ഓരോ സ്വിച്ചസും ഏതെങ്കിലും ഒരു സ്വിച്ച് കമ്മ്യൂട്ടേറ്റഡ് ആയിട്ട് അടുത്ത സ്വിച്ച് ഓൺ ആവുന്നത്. അതായത് ആ ഒരു ഗ്യാപ്പ്, അതുകൊണ്ടാണ് 60 ഡിഗ്രിയുടെ സൈക്കിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, 60 ഡിഗ്രിയുള്ള സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നോക്കാം. ഹിയർ T1 കണ്ടക്ട്സ് ഫോർ 120 ഡിഗ്രി ആൻഡ് നെക്സ്റ്റ് 60 ഡിഗ്രി ബോത്ത് T1 ആൻഡ് T4 ആർ നോട്ട് കണ്ടക്റ്റിംഗ്. അപ്പോൾ നോക്കുക, വേവ് ഫോം നോക്കുക നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അതായത് നമ്മൾ നേരത്തെ T1 കണ്ടക്ട് ചെയ്തു, 180 ഡിഗ്രി കണ്ടക്ട് ചെയ്തു. അത് കഴിഞ്ഞ് അടുത്ത 180 ഡിഗ്രി T4 കണ്ടക്ട് ചെയ്തു. ഏതിൽ? 180 ഡിഗ്രി കണ്ടക്ഷനിൽ. ഇനി 120 ഡിഗ്രി കണ്ടക്ഷൻ വരുമ്പോൾ എന്താണ്? T1 കണ്ടക്ട് ചെയ്യുന്നത് 120 ഡിഗ്രിയാണ്, T4 സ്റ്റാർട്ട് ചെയ്യുന്നത് അടുത്ത 180 ഡിഗ്രി കഴിഞ്ഞിട്ടാണ്. അപ്പോൾ T1ൻ്റെയും T4ൻ്റെയും ഇടയിൽ എന്തുണ്ട്? ഒരു 60 ഡിഗ്രി ടൈമിൽ T1ഉം T4ഉം രണ്ടും കണ്ടക്ട് ചെയ്യുന്നില്ല. അതാണ് 120 ഡിഗ്രി കണ്ടക്ഷൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഇപ്പോൾ നോക്കാം, നമ്മൾ പറഞ്ഞു ഇതാണ് DC വോൾട്ടേജ്, ഇതാണ് T1, ഇതാണ് T4 അല്ലേ? ഇതാണ് T4. അപ്പം 180 ഡിഗ്രി കണ്ടക്ഷൻ ആണെങ്കിൽ T1 അപ് ടു 180 ഉണ്ട്, അത് കഴിഞ്ഞ് 180 കഴിഞ്ഞപാട് T4ഉം ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വെരി സ്മോൾ ഗ്യാപ്സ് പോലും ഇല്ല അല്ലേ? അപ്പോൾ ചില സമയത്ത് T1 ഓഫാകുന്നതിന് മുന്നേ തന്നെ T4 ഓൺ ചെയ്ത് കഴിഞ്ഞാൽ T1 ഓഫാകുന്നതിന് മുന്നേ തന്നെ T4 ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? ഡയറക്റ്റ് ഷോർട്ട് സർക്യൂട്ട് ആവാൻ ചാൻസ് ഉണ്ട് അല്ലേ? അപ്പോൾ ഈ നമ്മുടെ 120 ഡിഗ്രി കണ്ടക്ഷനിൽ T1 ഓഫായി കഴിഞ്ഞ് ഒരു 60 ഡിഗ്രി ഗ്യാപ്പ് കഴിഞ്ഞ് മാത്രമേ T4 ഓൺ ആവും. അപ്പോൾ T1ഉം T4ഉം ഒന്നിച്ച് ഓണായിട്ട് ഈ ഷോർട്ട് ആവുന്ന ഈ ഒരു പ്രോസസ്സ് 120 ഡിഗ്രിയിൽ മാക്സിമം ഒഴിവായി കിട്ടും. ഓക്കെ, അതാണ് 120 ഡിഗ്രി കണ്ടക്ഷൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അപ്പോൾ ഇതിലും നോക്കാം. ഓക്കെ, ഇത്രയും ജനറലായിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് വേവ് ഫോംസ് നോക്കാം. അപ്പം ഇനീഷ്യലി T1 ഓൺ ചെയ്തു, 120 ഡിഗ്രി 60 ഡിഗ്രി ഒന്നുമില്ല, അതിന് T4 അങ്ങനെ. ഇനി T1 ഓൺ ചെയ്തിട്ട് 120 ഡിഗ്രി കഴിഞ്ഞ പാട് T3 ഓൺ ചെയ്തു, പക്ഷെ അതും 180 ഡിഗ്രി വരെ ഇല്ല, 120 ഡിഗ്രി വരെ ഉള്ളൂ. T3 കഴിഞ്ഞ് വീണ്ടും 120 ഡിഗ്രി കഴിഞ്ഞാൽ T5 ഓൺ ആക്കി. ഓക്കെ, അതുപോലെ ഇവിടെ T2 ഓൺ ആക്കിയിട്ട് 120 ഡിഗ്രി കഴിയുമ്പോൾ T4 ഓൺ ആവും, T4 ഓൺ ആക്കിയിട്ട് 120 ഡിഗ്രി കഴിയുമ്പോൾ T6 ഓൺ ആവും. ഓക്കെ, T6 കഴിഞ്ഞ് 120 T2 T4. അപ്പോൾ അത് വരക്കാൻ എളുപ്പമാണ്. ഓക്കെ, അതായത് ഓടും ഈവനും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ മതി. അതായത് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ എളുപ്പമാണ്. T1 കഴിഞ്ഞ് 120 ആകുമ്പോൾ T3 തുടങ്ങി, അതായത് മുകളിലല്ലേ T1 T3, അത് 1 3 5 മുകളിലും 2 6 4 6 2 താഴെയല്ലേ? അപ്പം 1 3 5 120 ഡിഗ്രി കഴിയുമ്പോൾ T3 ഓണായി, T3 ഓണായിട്ട് 120 ആകുമ്പോൾ T5 ഓണായി. അപ്പോൾ വീണ്ടും T5 കഴിയുമ്പോൾ ഇവിടുന്ന് T1 തുടങ്ങി. ഓക്കെ, T3 തുടങ്ങി, അങ്ങനെ പോകും. ഇനി താഴെയാണെങ്കിലോ T2 ഓണായിട്ട് 120 കഴിയുമ്പം അല്ലെങ്കിൽ T6 ഇതിപ്പം ആക്ച്വലി ഇതിങ്ങനെ വരുന്നത് ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നതല്ലേ, അതുകൊണ്ടാണ് ഇവിടെ T6 വരുന്നത് ആക്ച്വലി. ഓക്കെ, T6 ഓൾറെഡി 60 ഡിഗ്രി ഉണ്ട്, അത് കഴിഞ്ഞിട്ട് T2 120 ഡിഗ്രി ആയി. ഇപ്പോൾ T2 കഴിയുമ്പോൾ നേരെ എന്ത് തുടങ്ങും? T4 കഴിയുമ്പോൾ T6 T2 T4 T6 T2. അപ്പോൾ ആ ഒരു രീതിയിൽ ഇതും കണ്ടിന്യൂസ് ആയിട്ട് പോകും. അപ്പോൾ ഈ ഒരു സ്വിച്ചിങ് സ്കീം നിങ്ങൾ
മനസ്സിലാക്കി വെക്കുക. അപ്പോൾ എങ്ങനെയാണ് എന്താണ് കാര്യങ്ങളെന്ന് ഒന്നുകൂടി നോക്കാം. അറ്റ് സ്റ്റെപ്പ് 1, അപ്പോൾ ഇതിൻ്റെ 120 ഡിഗ്രിയുടെ അഡ്വാൻറ്റേജ് ആണ്. അറ്റ് സ്റ്റെപ്പ് 1 ഏതൊക്കെ സ്വിച്ചസ് ആണ് ഓൺ ആവുന്നത്? സ്റ്റെപ്പ് 1 ഇതല്ലേ അപ് ടു സ്റ്റെപ്പ് 1 0 to 60 ഡിഗ്രിയാണ് സ്റ്റെപ്പ് 1. അപ്പോൾ 0 to 60 ഏതൊക്കെ സ്വിച്ചസ് ആണ് ഈ ഒരു വരച്ചിരിക്കുന്ന പ്രകാരം ഏതൊക്കെ സ്വിച്ചസ് ആണ് ഓൺ? T1ഉം T6ഉം T1ഉം T6ഉം മാത്രമാണ് ഓൺ ആവുന്നത്. ഇതൊക്കെയാണ് T1ഉം T6ഉം. ഇനി അപ് ടു സ്റ്റെപ്പ് 2 60 to 120 ഡിഗ്രിയിൽ T1ഉം T2 മാത്രമാണ് ഓൺ. അതായത് അറ്റ് എ ടൈം നേരത്തെ എന്തായിരുന്നു 3 സ്വിച്ചസ് ഓപ്പൺ ആയിരുന്നു. ഇവിടെ അറ്റ് എ ടൈം 2 സ്വിച്ചസ് മാത്രമേ ഓൺ ആയിരുന്നു. നേരത്തെ 3 സ്വിച്ചസ് ഓൺ ആയിരുന്നു, ഇവിടെ 2 സ്വിച്ചസ് ആയിരിക്കും ഓൺ ആയിരിക്കുക. അപ്പോൾ വേവ് ഫോം വരുന്നത് നോക്കാം. സ്റ്റെപ്പ് 1ൽ ഏതൊക്കെയാണ്? 6ഉം 1ഉം ഓൺ ആണ്. അപ്പോൾ 6ഉം 1ഉം ഏതാ? 1 ഇതാണ് മുകളിലെത്തത്, 6 താഴെ. അപ്പം A is connected to, നമ്മൾ ഇങ്ങനെ വരക്കാം, A is connected to പോസിറ്റീവ്. അപ്പോൾ A is connected to പോസിറ്റീവ്. B is connected to അല്ലേ, B6 ഓൺ ആണ്. B is connected to നെഗറ്റീവ്. B is connected to നെഗറ്റീവ്. C എന്താണ്? C ഇവിടെ ഓഫാണ്, ഇവിടെ ഓഫാണ്. അപ്പോൾ സിയിൽ കണക്ഷൻ ഇല്ല. അപ്പോൾ C നമുക്ക് ഒഴിവാക്കാം അല്ലേ. ഇനി ലൈൻ ഫേസ് വോൾട്ടേജ് എഴുതുമ്പോൾ VC0 എന്താണ്? 0 ആണ്, കാരണം കണക്ഷൻസ് ഒന്നുമില്ല. ഇനി VA0യും VB0യും നോക്കുക. VA0 ഇപ്പോൾ ടോട്ടൽ വോൾട്ടേജ് VS ആണ്. അപ്പോൾ VSC 2 റെസിസ്റ്റൻസിനെ ക്രോസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അപ്പം ഈ രണ്ടും ഒരേ ഇമ്പിഡൻസ് ആയതുകൊണ്ട് ഈക്വലായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. VS/2 VS/2. അപ്പം VA0 മുകളിൽ നിന്ന് താഴോട്ട് പറയുമ്പോൾ VA0 എന്താണ്? പ്ലസ് VS/2 ആണ് അല്ലേ. ഇനി VB0 ശ്രദ്ധിക്കുക, VB0 എന്താണ്? കൺഫ്യൂഷൻ ആവരുത്. VB0 ഈസ് ഈക്വൽ ടു VA0 ഈസ് ഈക്വൽ ടു മുകളിൽ പ്ലസ് മൈനസ് വരുമ്പോൾ VS/2. ഇനി VB0 പറയുമ്പം ഇവിടെ എന്താണ്? ഇവിടെയാണ് പ്ലസ് വരുന്നത്, താഴെയാണ് മൈനസ് വരുന്നത് അല്ലേ. അപ്പം VB0 ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് നമ്മൾ പറയുന്നത് VB0, അതുകൊണ്ടത് മൈനസ് VS/2 ആയിരിക്കും. ഓക്കെ, VB തുടങ്ങുന്ന സൈഡിൽ മൈനസ് ആയതുകൊണ്ട് അത് മൈനസ് ഇട്ടു. VA0ൽ എൻ്റെ തുടങ്ങുന്ന സൈഡിൽ പോസിറ്റീവ് ആയതുകൊണ്ട് പ്ലസ് ഇട്ടു. അങ്ങനെ വിചാരിച്ചാൽ മതി. അതായത് VA0 സിമ്പിളായിട്ട് ലോജിക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ VA0 എന്താണ്? VA0 ഇവിടെയുള്ള വോൾട്ടേജ് ആണ്, ഇവിടെ പ്ലസ് ആണ്, ഇവിടെ മൈനസ് ആണ്. VB0 എന്ന് പറയുമ്പോൾ VB0 ആണ് പറയുന്നത്, ഇവിടെ മുകളിൽ പ്ലസ് ആണ്, താഴെ മൈനസ് ആണ്. അപ്പോൾ നമ്മൾ V0B എന്തായിരിക്കും? പ്ലസ് VS/2 ആണ്. VB0 ആകുമ്പോൾ അത് മൈനസ് VS/2 ആയി. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ വരരുത്. ഇപ്പോൾ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ലൈവ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താ കിട്ടിയത്? VA0 VS/2 കിട്ടി, VB0 മൈനസ് VS/2 കിട്ടി, VC0 0 കിട്ടി സ്റ്റെപ്പ് 1ൽ. സ്റ്റെപ്പ് 2ൽ ഏതൊക്കെയാണ്? സ്റ്റെപ്പ് 2ൽ 1ഉം 2ഉം 1 ക്ലോസ്ഡ് ആണ്, 2 ക്ലോസ്ഡ് ആണ്. അപ്പോൾ VB0യുടെ ടേം 2 ഓപ്പൺ ആണ്. അപ്പോൾ VB0 0 ആണ്. VA0 മുകളിൽ പ്ലസ്, താഴെ VA0 ഈക്വൽ ടു പ്ലസ് VS/2, VC0 ഈക്വൽ ടു മൈനസ് VS/2, VC0. ഓക്കെ, ഇനി അടുത്തൊരു സ്റ്റെപ്പ് കൂടി നോക്കാം. സ്റ്റെപ്പ് 3 സ്റ്റെപ്പ് 4ൽ എന്താണ്? 2 3 ക്ലോസ്ഡ്. സ്റ്റെപ്പ് 3ൽ 2ഉം 3ഉം ക്ലോസ്ഡ്. ഏതാണ്? 1 കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ആണ്. അപ്പോൾ VA0 0 ആണ്. നോക്കാം, B ആണ് മുകളിലിരിക്കുന്നത് പ്ലസിൻ്റെ അടുത്ത് അല്ലേ. അപ്പോൾ VB0 എന്തായിരിക്കും? പ്ലസ് VS/2 ആയിരിക്കും. C താഴെയാണ്, അല്ലെങ്കിൽ V0C എന്ന് പറയുമ്പോൾ പ്ലസ് VS/2 ആണ്. ബട്ട് VC0 എന്ന് പറയുന്നതുകൊണ്ട് നമ്മൾ മൈനസ് VS/2 എന്ന് എടുക്കും, അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി സ്റ്റെപ്പ് 4ൽ എന്താണ്? C രണ്ടും ഓപ്പൺ ആണ്, അപ്പോൾ VC0 0 ആണ്. ഏതൊക്കെയുള്ളത്? B ആണ് മുകളിലുള്ളത്,
അല്ലേ, ബി ആണ് പ്ലസ്സിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്, ബി ആണ് പ്ലസ്സിലേക്ക് കണക്ട് ചെയ്യുന്നത്. അപ്പം B0 ഈസ് ഈക്വൽ ടു VS/2. VA0 ഏതിലേക്കാണ്, മൈനസിലേക്കാണ്. അപ്പോൾ നമുക്ക് ഇപ്പം നമ്മൾ എഴുതുമ്പം VB0 ഈക്വൽ ടു VS/2 കിട്ടും. അതുപോലെ ഫിഗർ നോക്കുമ്പോൾ V0A ഈസ് ഈക്വൽ ടു VS/2 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് വേണ്ടത് VA0 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് VS/2. ഓക്കെ, അപ്പോൾ ഇനി നമ്മളത് വരക്കുകയാണെങ്കിൽ എന്താ കിട്ടുക, അപ് ടു 60 ഡിഗ്രി നമുക്ക് എന്താ കിട്ടിയത്, VA0 ഈസ് ഈക്വൽ ടു VS/2 കിട്ടി. VS/2 വരച്ചു. ഇനി അടുത്ത് എന്താ കിട്ടിയ, സ്റ്റെപ്പ് 2ൽ VA0 ഈസ് ഈക്വൽ ടു VS/2 തന്നെ കിട്ടി. ഇനി സ്റ്റെപ്പ് 3ൽ VA0 ഈസ് ഈക്വൽ ടു 0 കിട്ടി. അപ്പം VA0 രണ്ട് സമയം VS/2 കിട്ടി, 0 കിട്ടി, പിന്നെ മൈനസ് VS/2 കിട്ടി, 0 കിട്ടി, മൈനസ് VS/2 കിട്ടി. അപ്പോൾ ഇതുപോലെ തന്നെ ആയിരിക്കും VB0യിലും വരുന്നത്. ഓക്കെ, VB0യിലും അങ്ങനെ വരും. അപ്പോൾ ഇത് VB0ൻ്റെ നോക്കാം. അപ്പോൾ VB0 ഓരോ സ്റ്റെപ്പ് 1ൽ VB0 എന്താണെന്ന് നോക്കിയിട്ട് അത് വരക്കാം, VC0 എന്താണെന്ന് നോക്കിയിട്ട് അത് വരക്കാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് വരക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി പറഞ്ഞാൽ എന്താണ്, VA0 ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 120 ഡിഗ്രി കണ്ടീഷൻ കഴിഞ്ഞു, പിന്നെ 0 ആയി, വീണ്ടും നെഗറ്റീവിൽ 120 ഡിഗ്രി ആയി, 0 ആയി, പോസിറ്റീവ്. അപ്പോൾ ഈ ഒരു എന്താണ് ഇവിടെ ഇങ്ങനെ വന്ന് 60 ഡിഗ്രി ഇല്ല, വീണ്ടും 120 ഡിഗ്രി, 60 ഡിഗ്രി ഇല്ല, 120. ഈ ഒരു പാറ്റേണിലായിരിക്കും എല്ലാ വേവ് ഫോംസും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ VA0 എന്ന് സ്റ്റാർട്ട് ചെയ്യും, പിന്നെ VB0 120 ഡിഗ്രി കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യും, VC0 വീണ്ടും 120 ഡിഗ്രിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ ബാക്കി വരുമ്പോഴാണ് താഴോട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വരച്ച് തുടങ്ങുമ്പോൾ എപ്പോഴും ഇതായിക്കോട്ടെ, ഇത് വരക്കുമ്പോൾ ഫസ്റ്റ് VS0 ഇവിടെ നിന്ന് വരക്കുക, VB0 ഇവിടെ നിന്നല്ല തുടങ്ങേണ്ടത്. ഓക്കെ, VB0 വരക്കാൻ തുടങ്ങുന്നത് എപ്പോഴും 120 ഡിഗ്രി കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് വരച്ച് തുടങ്ങുക. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു പാറ്റേണിൽ പോവാം. VC0 ഇവിടെ നിന്ന് 240 ഡിഗ്രി കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് വരച്ച് തുടങ്ങാം. ഓക്കെ, എന്നിട്ട് അതിൽ നിന്ന് ഈ ഒരു പാറ്റേൺ നോക്കിയിട്ട് ബാക്കി ഇങ്ങനെ വരച്ചാൽ മതി. ഓക്കെ, ആ ഒരു പാറ്റേൺ നോക്കി ബാക്കി മുന്നോട്ട് വരച്ചാൽ മതി. ഓക്കെ, ഇനി നോക്കാം, VA0, VB0, VC0 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് VAB കാണാം. അപ്പോൾ VAB ഈസ് ഈക്വൽ ടു എന്താണ്, VA0 മൈനസ് VB0 ആയിരിക്കും. അപ്പം VA0 എന്താ ഉള്ളത്, VS/2 ആണുള്ളത്. VB0 എന്താ ഉള്ളത്, മൈനസ് VS/2 ആണുള്ളത്. അപ്പോൾ മൈനസും കൂടി പ്ലസ് ആവും. അപ്പം VS/2 പ്ലസ് VS/2 VS ആവും അല്ലേ. അപ്പോൾ VABയിൽ ആദ്യം VS കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പിൽ VA0 എന്താണ്, VS/2 തന്നെയാണുള്ളത്. VB0 എന്താ ഉള്ളത്, VB0 0 ആണ്. അപ്പോൾ VA0 പറയുമ്പോൾ VA0 മൈനസ് VB0 VS/2 തന്നെ കിട്ടും. അപ്പം VS/2 കുറച്ച് വരച്ച്. ഇനി തേർഡ് സ്റ്റെപ്പിൽ VA0 0 ആണ്, മൈനസ് VB0 എന്താണ്, VB0 പ്ലസ് VS/2 ആണ്, VS/2 ആണ്. അപ്പം ഫൈനൽ ആൻസർ എന്തിട്ടും മൈനസ് VS/2 കിട്ടും. അപ്പോൾ അതുകൊണ്ട് താഴോട്ട് മൈനസ് VS/2 വരച്ചു. അപ്പോൾ ഈ ഒരു രീതിയിൽ കണ്ടിന്യൂ ചെയ്താൽ കഴിഞ്ഞാൽ നമുക്ക് ഈ വേവ് ഫോംസ് കംപ്ലീറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇതും നിങ്ങൾക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ വരക്കാൻ വേണ്ടിയിട്ട് സിമ്പിളാണ്. കാരണം VAB VS/2 എന്ന് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനെ വരും, VS/2 ഒരു സ്റ്റെപ്പ് കുറഞ്ഞു, അടുത്ത സ്റ്റെപ്പ് കുറഞ്ഞു, താഴോട്ട് വന്നു, ഈ ഒരു ഫോമിലായിരിക്കും ഉണ്ടാവുന്നത്. ഓക്കെ, ഇവിടെ വേവ് ഫോം വരും ഈ ഒരു ഷേപ്പിൽ. ഓക്കെ, ഈ ഒരു ഷേപ്പിൽ റിപ്പീറ്റ് ചെയ്ത് പോവും. ഓക്കെ, അപ്പോൾ VS എന്നാണ് തുടങ്ങുന്നത്, അതൊരു ഹാഫ് എന്നാണ് തുടങ്ങുന്നത്. VS/2 മൈനസ് VS മൈനസ് VS ആ ഒരു രീതിയിൽ കണ്ടിന്യൂ ചെയ്ത് പോവും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ 120 ഡിഗ്രി കണ്ടക്ഷൻ പറയാനുള്ളത്. ഇനി അതിൽ നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ ഫോറിയർ
സീരീസ് ഉണ്ട്. അതുപോലെ ഫോറിയർ അനാലിസിസ് ഓഫ് ലൈൻ വോൾട്ടേജ് വി എ ബി സി ഈക്വൽ ടു 3vs/n/, ഇൻറ്റു സൈൻ n ഒമേഗ ടി പ്ലസ് പൈ ബൈ 3 ഉണ്ട്. n ഈസ് ഈക്വൽ ടു 6k പ്ലസ് ഓർ മൈനസ് 1 ടു ഇൻഫിനിറ്റി. k ഈസ് ഈക്വൽ ടു 0 to 0, 1, 2, 3. ഓക്കെ. അതുപോലെ ആർ എം എസ് വാല്യൂ ഓഫ് ഫണ്ടമെൻ്റൽ വോൾട്ടേജ് വി പി 1 ഈസ് ഈക്വൽ ടു 0.3898 കിട്ടിയിട്ടുണ്ട്. ആർ എം എസ് വാല്യൂ ഓഫ് ഫേസ് വോൾട്ടേജ് വി പി ഈസ് ഈക്വൽ ടു 0.4082 കിട്ടിയിട്ടുണ്ട്. വി എൽ 1 കിട്ടിയിരിക്കുന്നത് √3 ഇൻറ്റു വി പി 1. ലൈൻ വോൾട്ടേജ് ഈസ് ഈക്വൽ ടു √3 ഇൻറ്റു ഫേസ് വോൾട്ടേജ് തന്നെയാണ്. എപ്പോഴും എല്ലാ കേസിലും സെയിം തന്നെയാണ്. ഓക്കെ. അപ്പം ഇത്രയാണ് ഇതിൻ്റെ ഇക്വേഷൻസ്. അപ്പോൾ ഈ ഇക്വേഷൻസ് ചില സമയം പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. അപ്പോൾ പ്രോബ്ലംസ് ചോദിക്കുമ്പോൾ ഇക്വേഷൻസ് ഓർത്ത് വെക്കുക. അപ്പം ഡയറക്റ്റായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പ്രോബ്ലം ചെയ്യാൻ പറ്റും. 3 ഫേസ് ബ്രിഡ്ജ് ഇൻവേർട്ടറിൻ്റെ ഹാർമോണിക് സ്പെക്ട്രാണ്. അപ്പോൾ ഇനി നമുക്ക് പറയാനുള്ളത് PWM ടെക്നിക്ക്. ഇപ്പോൾ 3 ഫേസ് PWM ടെക്നിക്കാണ് ഈ കാണിച്ചിരിക്കുന്നത്. 3 ഫേസ് PWM നമ്മൾ ഒരു സിംഗിൾ ഫേസ് എന്താ PWM ചെയ്യുന്നത്, ഒരു സൈൻ വേവും ഒരു ട്രയാങ്കുലർ വേവും കമ്പയർ ചെയ്യും അല്ലേ. 3 ഫേസിലാവുമ്പം സിമ്പിളാണ്. 3 ഫേസ് വരക്കാം. അപ്പോൾ ഫസ്റ്റ് ആർ ഫേസ് റെഡ് ഫേസ്, അടുത്ത RB ബ്ലൂ ഫേസ്, അടുത്ത ബ്ലൂ ഫേസ് വരക്കാം. അത് 120 ഡിഗ്രി ഫേസ് ഷിഫ്റ്റിലായിരിക്കും അടുത്ത RB ഫേസ് വരക്കുന്നത്. RBY യെല്ലോ. അപ്പോൾ അടുത്ത ഫേസ് വീണ്ടും ഒരു 120 ഡിഗ്രി ഇവിടെ വരില്ലേ, ഇങ്ങനെ വരും. ഇത് 1 ഡിഗ്രി കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ് ഏകദേശം ഇങ്ങനെ ആവുന്നത്. മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ. ഈ ഒരു ഷേപ്പിലായിരിക്കും നമ്മുടെ സൈൻ വേവ് വരിക. അപ്പോൾ ഇതിൽ നമ്മൾ ട്രയാങ്കുലർ വേവ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്താണോ കിട്ടുന്നത് ഇതിനെയായിരിക്കും നമ്മൾ നമ്മുടെ കിരിയർ വേവായിട്ട് കമ്പയർ ചെയ്യുന്നത്. താഴോട്ടും വരട്ടെ, ഇങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ കിട്ടുന്ന പൾസ് എടുത്തായിരിക്കും നമ്മൾ ഓരോ സ്വിച്ചസിനും കൊടുക്കുക. ഓക്കെ. താങ്ക് യു.